Choose your special. പത്തനംതിട്ടയിൽ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. ആംബുലൻസ് ഡ്രൈവർ നൌഫലിനെയാണ് ജീവപര്യന്തം ശിക്ഷിച്ചത്. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സോന സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. സോന. കാളിദാസൻ, കോവിഡ് കാലത്തെ കോവിഡ് സുരക്ഷാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴി അടൂർ സ്വദേശിയായ 19 വയസ്സുകാരെ പീഡിപ്പിച്ച കേസിലാണ് അല്പസമയം മുൻപ് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പ്രഖ്യാപിച്ചത്. പ്രതിയായ കായംകുളം സ്വദേശിയായ നൌഫലിന് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. വിവിധ വകുപ്പുകളായാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒന്ന്, തട്ടിക്കൊണ്ടുപോകലിന് ഏകദേശം 10 വർഷം തടവും, ശാരീരിക ഉപദ്രവം ചെയ്തതിന് 3 വർഷം തടവും, പിന്നെ പട്ടികജാതി പട്ടികവർഗ വകുപ്പിനാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ ശിക്ഷ എല്ലാം ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല, കൂടാതെ 1,80,000 രൂപയോളം പിഴയും അടയ്ക്കാനാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് പത്തനംതിട്ടയിൽ നിന്ന് ഈ വിധി വന്നിരിക്കുന്നത്. ഈ സംഭവം 2020 സെപ്റ്റംബർ 5-നായിരുന്നു കേസിനാസ്പദമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കോവിഡ് ബാധിച്ച അടൂർ സ്വദേശിയായ 19 വയസ്സുകാരിയ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നതാണ് കേസ്. ആ കേസിലാണ് ഇപ്പോൾ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കായംകുളം സ്വദേശിയായ നൌഫലിനെയാണ് ഇതിൽ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഏറെ ചർച്ച ചെയ്തതും അതുപോലെ സർക്കാർ വകുപ്പുകൾക്ക് അടക്കം അങ്ങേയറ്റം പഴികേട്ടതുമായ ഒരു കേസായിരുന്നു ഇത്. കഴിഞ്ഞ 2020 സംഭവിച്ച കേസിൽ 4 വർഷമായി നടന്ന വിചാരണയ്ക്ക് ശേഷം ഇന്നാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ തെളിവായി തന്നെ എടുത്തു പറയുന്നത് ഈ പ്രതിയുടെ ഒരു കുറ്റം സമ്മതമായിരുന്നു. പെൺകുട്ടിയോട് താൻ ചെയ്ത് തെറ്റാണ്, മാപ്പ് പറയുക എന്നതടക്കമുള്ള കാര്യങ്ങളടക്കം ഈ കുട്ടിയെ അറിയിക്കുകയും ആ കുട്ടി അത് ചിത്രീകരിച്ചതിന് ശേഷം അതാണ് ഏറ്റവും വലിയ തെളിവായി പോലീസിന് മുമ്പിൽ ഹാജരാക്കിയത്. അതാണ് ഈ കേസിലെ ഏറ്റവും വലിയ തെളിവ്. കൂടാതെ പ്രതിയുടെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ലഭിച്ച റിപ്പോർട്ടുകളും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെയാണ് പത്തനംതിട്ട കോടതി കേസ് പരിഗണിച്ചതും. ഇന്നലെ തന്നെ പ്രതി കുറ്റം ചെയ്തു തെളിഞ്ഞിരുന്നു. ഇന്നാണ് അല്പസമയം മുമ്പ് തന്നെ വിധിയും പ്രഖ്യാപിച്ചിരുന്നു. ജീവപര്യന്തം തടവ് ശിക്ഷയാണ് പ്രതിക്ക് വിധിച്ചിരിക്കുന്നത്. കാളിദാസ്. ശരി സോന. പത്തനംതിട്ടയിൽ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരിക്കുന്നു. ആംബുലൻസ് ഡ്രൈവർ നൌഫലിനെയാണ് ജീവപര്യന്തം ശിക്ഷിച്ചത്. ഒരുപാട് തെളിവുകൾ, നിർണായക തെളിവുകൾ അടക്കം കേസിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഈ ഒരു പ്രതി പീഡനശേഷം മാപ്പ് പറയുന്ന ദൃശ്യങ്ങളടക്കം ഇര സമർപ്പിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു വിധിയിലേക്ക് എത്തിയത് എന്നുള്ളതും കൂടി പറയേണ്ടിയിരിക്കുന്നു. ജീവപര്യന്തം ശിക്ഷ എന്നത് കുറഞ്ഞു പോയോ എന്ന തരത്തിൽ ആക്ഷേപങ്ങളെല്ലാം ഉയർന്നേക്കാം. എന്നിരുന്നാലും ശിക്ഷ വിധിച്ചിരിക്കുന്നു, പ്രതിക്ക് ശിക്ഷ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സോന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഈ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം വികസന വീഥിയിൽ വിജയ കേരളം.